ഹലോ കൂട്ടുകാരെ. സുജാത വളരെ സന്തോഷത്തിൽ വിനീതിൻ്റെ ഭാര്യ ഗംഗയെ സ്വന്തം മരുമകളായി അംഗീകരിച്ചുകൊണ്ട് വീട്ടിലോട്ട് വിളക്ക് കൊടുത്ത് കയറ്റുകയാണ്. അങ്ങനെ ഗംഗ പൂർണ്ണമായും അവിടുത്തെ മരുമകളായി മാറുകയാണ്. ഇനി ഗംഗ വിളക്കുമായിട്ട് വീട്ടിലോട്ട് കയറുന്നു. പൂജാമുറിയിൽ അത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷത്തിലാണ് എല്ലാവരും. പക്ഷേ ഗീതയുടെ ഭർത്താവും മാത്രം ഇത്തിരി അസ്വസ്ഥതയിലാണ്. അവർ വിചാരിച്ചതിൽ നിന്ന് എതിരായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ സുജാതയെ വിനീതും ഗംഗയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ദാസൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് വിനീത് അറിയുന്നത്, സുജാത പറഞ്ഞിട്ട്. അങ്ങനെ വിനീത് ദാസനെ നല്ല അടി കൊടുത്ത് അവിടെ നിന്നും അടിച്ചു പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ രോഹിണിയുടെ നിവിൻ്റെയും കല്യാണക്കാര്യത്തിൽ ജയപാലിനൊരു സംശയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ജയപാലനോട് പെങ്ങൾ പറയുകയാണ്, അതായത് നിവിൻ്റെ അമ്മ പറയുകയാണ്, ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ് ജയപാലേട്ടനോട്, രോഹിണിയുടെയും നിവിൻ്റെ വിവാഹക്കാര്യം അതങ്ങനെ തന്നെ നടക്കും, വേറെ മാറ്റങ്ങളൊന്നും നടക്കില്ല എന്ന് പറയും. പിന്നെ നിവിൻ്റെ അമ്മയ്ക്ക് ആകെ ദേഷ്യമാണ് കാവേരിയോടും കാവേരിയുടെ വീട്ടുകാരോടും. സോ അവരെ വീട്ടിൽ പോയി അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് കാവേരി അവിടെ ഉണ്ടാവില്ല. ഗംഗയും വിനീതും അവരുടെ അമ്മയാണ് ഉണ്ടാവുക. അവിടെ ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി ശല്യപ്പെടുത്തരുത്, എൻ്റെ മകൻ്റെ പിന്നാലെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ അരവിന്ദൻ്റെ വാങ്ങിയ സ്ഥലം, അതായത് ജയപാലൻ ഇപ്പോൾ തട്ടിയെടുത്ത സ്ഥലത്ത് ഭൂമി പൂജയാണ് നടക്കുന്നത്. അപ്പോൾ ഭൂമി പൂജ നടക്കുമ്പോൾ അവിടേക്ക് നമ്മൾ ഈ 4 മക്കളും അമ്മയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും, നിങ്ങളാരും ഇവിടെ ക്ഷണിച്ചിട്ടില്ലല്ലോ, ക്ഷണിക്കാതെ നിങ്ങൾ എന്തിനാണ് വരുന്നത്, ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ കാവേരി പറയണേ, ഇത് എൻ്റെ അച്ഛൻ്റെ വിയർപ്പ് കൊണ്ട് വാങ്ങിയ സ്ഥലമാണ്, അപ്പോൾ പിന്നെ ഞങ്ങൾ വരണ്ടേ, എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ട് വിളമ്പുന്ന കല്യാണമാകുമ്പോൾ അതിൽ ഒരു വറ്റെങ്കിലും ഞങ്ങൾ കഴിക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഭൂമി പൂജ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും വരുന്നത്. കൂടുതൽ നേരത്തെ ഈ പുഴയും കടന്ന സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്